മീൻകറി കുറുകിയ ചാറോട് കൂടിയ മീൻകറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ഇതിനകത്ത് 3 സ്പൂണ് മല്ലിപ്പൊടി, അത്രയും തന്നെ മുളക് പൊടി, ഉലുവാപ്പൊടി, കുറച്ച് ഫിഷ് മസാല. ഇത് മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നതാണ്. ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കണം. ഞാൻ മീൻകറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഈക്വലായിട്ട് എടുക്കും. നല്ല കുറുകിയ ചാറോട് കൂടിയ മീൻകറി എപ്പോഴും കിട്ടും. ചിലവരൊന്നും മല്ലിപ്പൊടി, ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുണ്ടാക്കുന്ന മീൻകറി ഇങ്ങനെ മുളക് പൊടിയും മല്ലിപ്പൊടിയും തുല്യമായിട്ട് തന്നെ ഇടും. എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഇങ്ങനെ ഞാനത് തന്നെ എപ്പോഴും ഉണ്ടാക്കും. അതൊന്ന് ചൂടാവട്ടെ. നല്ലതുപോലെ ചൂടായി. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. കരിയാതെ നോക്കണം, എന്നാലേ മീൻകറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇടും. അരച്ചുകൊണ്ട് വന്നതിനകത്ത് ഞാൻ കുറച്ച് വെള്ളം അരപ്പരച്ച് കൊണ്ടുവന്ന് വെച്ചത്. ഇനി ചട്ടി ചൂടായി. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ 1 സ്പൂൺ കടുക്, കടുക് പൊട്ടി. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി എല്ലാം കൂടെ അരിഞ്ഞത്, കറിവേപ്പില ഇടണം. കുറച്ച് ഉപ്പിട്ട്. ഉപ്പ് ആദ്യം കുറച്ചിടണം, പിന്നെ നോക്കണം, എന്നിട്ട് അവസാനം ചേർക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആയാൽ മതി, ഒരുപാടാവേണ്ട കാര്യമില്ല. ചെറിയൊരു രീതിയിൽ ഇതിൻ്റെ പച്ചപ്പൊക്കെ വേണം. അവിടെ നാളെ കറിവേപ്പില കുറച്ചധികം ഇട്ടാലും നല്ലതാണ്. മീൻകറിക്ക് നല്ല ടേസ്റ്റ് വരും. ഇതൊന്ന് ബ്രൗൺ കളറായി. ഇനി അരച്ചിടാം. അരപ്പ് നല്ലതുപോലെ മിക്സ് ചെയ്യണം. അരപ്പ് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇത് നല്ലതുപോലെ അരപ്പെല്ലാം ചേർത്ത് ഒന്ന് ഇളക്കി വെച്ച് ഒന്ന് തിളക്കട്ടെ. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ മീനും പിന്നെ കോടംപുളി, കോടംപുളി ഞാൻ വെള്ളത്തിയിട്ട് ഒന്ന് കുതിർക്കാൻ വെച്ചേക്കുക. ഇതൊന്ന് തിളക്കട്ടെ. നല്ലോണം തിളച്ച് കഴിയുമ്പോൾ ഇതിനുള്ളിൽ മീനിടണം. നമ്മുടെ മീൻകറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മീനിടാം. മീൻ ചൂരമീനാണ്. 1 കിലോ മീനാ വാങ്ങിച്ച് വെട്ടിക്കഴുകി സാഫ് ചെയ്ത് വരുമ്പം 3/4 കിലോയെ കാണുള്ളൂ. ഇനിയും ഇതിൽ കുടംപുളി
ഇത്രയും കുടംപുളി ഇടുന്നുണ്ട്. ഇതേ രീതി മീൻകറി ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല കുറുകിയ ചാറോടുകൂടി കപ്പയും മീൻകറിയും നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്പം ഉപ്പ് നോക്കട്ടെ, ഞാൻ ഉപ്പുണ്ടോന്ന് അറിയില്ല. ഉപ്പ് കുറവാണ്, കുറച്ച് ഉപ്പ് കൂടി ഇടട്ടെ. മീൻകറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് കുറുകട്ടെ. കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് ഓഫ് ചെയ്യാം. മീൻ വെന്തിട്ടില്ല, നല്ലതായിട്ടൊന്ന് തിളച്ച് വന്നതേ ഉള്ളൂ. മീൻകറി റെഡിയായി. നല്ലതുപോലെ മീൻ വെന്തു. നല്ല കുറുകിയ ചാറോട് കൂടി ആ മീൻകറി. ഇനി അല്പം ഒരു പ്ലേറ്റിലേക്ക് കാണിക്കും. ചാറ് നല്ല കൊടുക്കുക. നാളത്തേക്ക് കഴിക്കാനാണ് ഇത് എപ്പോഴും ടേസ്റ്റ്. ചൂര മീൻകറി എപ്പോഴും പിറ്റേ ദിവസം കഴിക്കണം. അന്നേരമാണ് അതിൻ്റെ നല്ല ടേസ്റ്റ് വരുന്നത്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇതേ രീതിയിൽ ഉണ്ടാക്കി ഇതേപോലെ തന്നെ നല്ല ടേസ്റ്റോട് കൂടി മീൻകറി കിട്ടും. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്